ആ കല്ലിനെ റസൂലുള്ള വിളിക്കുന്നു. അതാ ഇഴഞ്ഞുകൊണ്ട് റസൂലിന്റെ സന്നിധാനത്തിൽ വരുന്നു. എന്നിട്ട് റസൂലിന്റെ തിരുസന്നിധിയിൽ അതാ ആ കല്ല് നിൽക്കുന്നു. കെട്ടുകഥയല്ലടോ പറയുന്നത്, ഏതെങ്കിലും പഴംപുരാണമല്ല പറയുന്നത്. സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ കാണാം അവിടുത്തെ റസൂലിന്റെ മുഅ്ജിസത്താ പറയുന്നത്. ആ കല്ലതാ റസൂലിന്റെ സന്നിധാനത്തിൽ വന്ന് നിന്നിട്ട് 3 പ്രാവശ്യം റസൂലുള്ള പറഞ്ഞത് സാക്ഷ്യം വഹിച്ചു. 3 പ്രാവശ്യം സാക്ഷ്യം വഹിച്ചു. എന്നിട്ട് അതിന്റെ സ്ഥാനത്തേക്ക് തന്നെ അത് മടങ്ങിപ്പോയി. നോക്കൂ നിങ്ങൾ, ഈ പ്രപഞ്ചത്തിലെ സർവ്വതും അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, അവന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നു, അവന്റെ ഇബാദത്ത് ചെയ്യുന്നു. പക്ഷേ ഞാനും നിങ്ങളും അടങ്ങുന്ന ധാരാളക്കണക്കിന് മനുഷ്യന്മാർ നന്ദികേടിന്റെ ആഴത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമസ്കാരം സൂക്ഷിക്കണം, ഗൗരവമല്ലേ? ഹഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. അല്ലാഹ് നമുക്ക് നൽകുന്ന ഉപദേശമാണ്. തിരസ്കരിക്കാൻ കഴിയുമോ മനുഷ്യ? സഹോദരാ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത സഹോദരാ, അല്ലാഹുവിന്റെ ഈ ഉപദേശം നിനക്ക് എങ്ങനെ തിരസ്കരിക്കാൻ കഴിയും? ഹഫിളു അലസ്സലവാ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷിച്ചു പോന്നോ. വസ്സലാത്തിൽ വുസ്താ, പ്രത്യേകിച്ച് സ്വലാത്തുൽ വുസ്താ. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, അടക്കമൊതുക്കത്തോടുകൂടെ നിങ്ങൾ നമസ്കരിച്ചോ. അല്ലാഹ് പറയാണ്, പ്രത്യേകിച്ച് എല്ലാ നിസ്കാരങ്ങളും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് അസർ നമസ്കാരം. ഉച്ചമയക്കത്തിൽ പലപ്പോഴും അസർ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും. ഗുരുതരമാണ്, അപകടമാണ്. റസൂലുള്ളാഹി പറയുന്നു, നോക്കൂ നിങ്ങൾ, അവിടുന്ന് വിശദീകരിക്കുന്നു. മൻ തറക സ്വലാത്തൽ അസർ, ആരെങ്കിലും അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഫഖദ് ഹബിത അമലുഹു, സുബ്ഹാനല്ലാഹ്, അവന്റെ അമലുകളൊക്കെ നിഷ്ഫലമായി പോയി. അസർ നിസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, സ്വഹീഹായ ഹദീസാണ്, അസർ നിസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവന്റെ മുഴുവൻ അമലുകളും നിഷ്ഫലമായി പോയത് തന്നെ. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം ഗൗരവമാണ്. അവിടുന്ന് നൽകിയ ഉപദേശത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാ തതുറുകന്ന സ്വലാത്തം മക്തൂബ, നീ ഒരിക്കലും നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം ഉപേക്ഷിക്കരുത്. മുതഅമ്മിദൻ, മനഃപൂർവ്വം. ഫഇന്നമൻ തറക സ്വലാത്തൻ മുതഅമ്മിദൻ, ആരെങ്കിലും നിർബന്ധമായ നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ ഫഖദ് ബരിഅത മിൻ ദിമ്മത്തില്ലാഹ്, മുസ്ലിമേ മനസ്സിൽ സൂക്ഷിച്ചോ, ഫഖദ് ബരിഅത മിൻ ദിമ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് അവൻ ഒഴിവായിരിക്കുന്നു. അല്ലാഹ് പിന്നെ അവന്റെ കാര്യം നോക്കുകയില്ല, അല്ലാഹ് പിന്നെ അവനെ പരിഗണിക്കുകയില്ല. സർവലോക പരിപാലകനായ റബ്ബ് നമ്മെ പരിഗണിക്കാനില്ലെങ്കിൽ, അവന്റെ സംരക്ഷണം നമുക്കില്ലെങ്കിൽ ആരാണോ നമ്മെ സംരക്ഷിക്കാനുള്ളത്? ഫഖദ് ബരിഅത മിൻ ദിമ്മത്തില്ലാഹ്. ഗുരുതരമല്ലേ? ലോകത്തിന്റെ പ്രവാചകൻ വിട ചോദിക്കുന്ന അവസരത്തിൽ ഈ ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് വസിയ്യത്ത് നൽകിയ ഒരു വസിയ്യത്തുണ്ട്. അതെന്താ? അസ്വലാ, അസ്വലാ, ഉമ്മത്തെ നിസ്കാരം, നിസ്കാരം, നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം ശ്രദ്ധിക്കണേ, പാഴാക്കരുത്. അവസാനമായി കണ്ണടക്കുന്ന നേരത്തും ഈ ഉമ്മത്തിന് നൽകിയ ഉപദേശമാണത്. പക്ഷേ ഈ സമുദായത്തിലെ മെമ്പർമാരത് സൂക്ഷിക്കാറുണ്ടോ? നമുക്ക് വിഷയമാണോ? നമുക്ക് നിസ്കാരം ഒരു വിഷയമാണോ? നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടോ? ഇപ്പോഴും നിസ്കരിക്കാതെ നടക്കുന്ന ആളുകളില്ലേ? നമ്മുടെ മക്കളെ ഉപദേശിക്കണം സഹോദരന്മാരെ. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അവിടുത്തെ ഉപദേശത്തിൽ പുന്നാരമോനോട് പറഞ്ഞത്, മോനെ അഖിമിസ്സലാ, നിസ്കാരം നിർവഹിക്കണേ, നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം വേണ്ട. ഉപദേശിക്കാറുണ്ടോ മക്കളോട്? പറയാറുണ്ടോ? ദുന്യവിയായ പല വിഷയങ്ങളും മക്കളോട് പറയുമ്പോ, മോനെ നേരക്ക് പഠിക്കണേ, നന്നായി പഠിക്കണേ, നല്ല മാർക്ക് വാങ്ങണേ, നന്നായി സ്കൂളിലെ കാര്യങ്ങളെ ശ്രദ്ധിക്കണേ, ഭൗതിക കാര്യങ്ങളെ നന്നായി ശ്രദ്ധിക്കണേ എന്ന് പറയുന്ന പിതാവ് തന്റെ മോളോട്, തന്റെ മോനോട് നിസ്കരിക്കണം മോനെ എന്നൊന്ന് ഫോൺ ചെയ്ത് പറയാൻ, ഒന്ന് കത്തെഴുതാൻ, അടുത്തുള്ളവരോടൊന്ന് ഉപദേശിക്കാൻ, രാവിലെ എഴുന്നേൽക്കാതെ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പുന്നാരമോനോട് മോനെ നീ എഴുന്നേറ്റ് നിസ്കരിക്കണേ എന്ന് പറയാൻ ഒരു പിതാവ് തയ്യാറുണ്ടോ? ഉണ്ടാകണം എന്നാ ഇസ്ലാം പറയുന്നത്. റസൂലുള്ളാഹിയുടെ വസിയ്യത്താണ്. നടപ്പിലാക്കാൻ ഞാനും നിങ്ങളും തയ്യാറുണ്ടോ? അന്ന് ഈ സമുദായത്തിൽ മാറ്റമുണ്ടാകും.
റസൂലുള്ളാഹി പറയാണ്, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. സഹോദരന്മാര്, നമ്മളെ ഒരാള് കാഫിറെ എന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടണ്ടാവോ? മാനസികമായ വല്ലാത്ത വിഷമുണ്ടാവൂലേ? എന്നാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ബൈനർ റജുലി വ ബൈനശ് ശിർകി വൽ കുഫ്രി തർക്കുസ് സ്വലാം. ഒരാൾക്കിടയിലും കുഫ്റിനിടയിലും ശിർക്കിനിടയിലുമുള്ള വ്യത്യാസം ഏതാണ് മുസ്ലിമേ? തർക്കുസ് സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കുഫ്രിയത്തിലായി, നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ശിർക്കിലായി. ഇത് എന്നും പതിവായി ഉപേക്ഷിക്കുന്നവനെ കുറിച്ചൊന്നല്ല പറയുന്നത്. എപ്പോ ഉപേക്ഷിച്ചാലും ഈ പരിധിയിൽപ്പെടും. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? സൂറത്തു തൗബയിലെ 11-ാമത്തെ വചനം വായിച്ചോ. അവിടെ മുസ്ലിമാകണമെങ്കിലുള്ള നിബന്ധനകൾ പറയുന്നുണ്ട്. ഇസ്ലാമിക സൊസൈറ്റിയിൽ ഒരാൾക്ക് അംഗത്വം ലഭിക്കണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ നിബന്ധനകൾ പറയുന്നുണ്ട്. ആരാണ് മുസ്ലിം, ആരാണ് മുഅ്മിൻ? ഫഇൻ താബു വഅഖാമുസ് സ്വലാ വആതവുസ് സകാ ഫഇഖ്വാനുകും ഫിദ്ദീൻ. അവർ ശിർക്കിൽ നിന്ന് പശ്ചാത്തപിക്കുകയും നിസ്കാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്താൽ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാരാണ്. ഒരാൾക്ക് ഇസ്ലാമിക സൊസൈറ്റിയിൽ അംഗത്വം കിട്ടണമെങ്കിൽ കാനേഷുമാരി മുസ്ലിമിനെ കുറിച്ചല്ല പറയുന്നത്. യഥാർത്ഥ മുസ്ലിമായി തീരണമെങ്കിൽ 3 ഷർത്തുകളുണ്ട്. ഒന്നെന്താ? അയ്യതൂബു മിനശ് ശിർക്കി, ശിർക്കിൽ നിന്ന് പശ്ചാത്തപിക്കണം. രണ്ടാമത്തതോ അയ്യുഖീമുസ് സ്വലാ, നിസ്കാരം നിർവഹിക്കണം. മൂന്നാമത്തതോ അയ്യുതുസ് സകാ, സകാത്ത് നൽകിക്കോ. ഈ 3 നിബന്ധനകളും പൂർത്തീകരിച്ചാൽ നീ യഥാർത്ഥത്തിൽ മുസ്ലിമാണ്. വീഴ്ച വരുത്തിയോ നീ ശിർക്കിലേക്ക് പോയി, നീ കുഫ്റിലേക്ക് പോയി. അതുകൊണ്ട് ഗൗരവമല്ലേ? ശരിക്ക് നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത് കണ്ടാൽ, അവരുടെ ഫത്വകൾ കണ്ടാൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. സഹോദരന്മാരെ, അക്ഷരാർത്ഥത്തിൽ നമ്മൾ തരിച്ചു പോകും. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാര് പറയുകയാണ്, ഫത്വകളിൽ കാണാം, നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ കുറിച്ച് പറയുമ്പോൾ കാണാം, ഇന്ന തർക്കസ്സലാത്തി കുഫ്റുൻ മുഖ്രിജുൻ അനിൽ മില്ലാഹ്. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. മാത്രമല്ല, ഫല്ലദീ ലാ യുസല്ലി കാഫിറുൻ ഖാരിജുൻ അനിൽ മില്ലാഹ്. നിസ്കരിക്കാത്തവൻ ഒരാളുണ്ടോ, അവൻ ദീനിന്റെ പുറത്താണ്. എന്നിട്ട് പറയാണ്, വ ഇൻ കാന ലഹു സൗജത്തുൻ ഇൻഫുസിഹ നികാഹുഹു മിൻഹാ. അവന് ഭാര്യയുണ്ടെങ്കിൽ അവന്റെ നിക്കാഹ് അവിടെ നിഷ്ഫലമായി, അവന്റെ നിക്കാഹ് ബാത്തിലായി പോയി. നിസ്കരിക്കാത്ത ഒരാൾ നിസ്കരിക്കാതെ തുടരുകയാണെങ്കിൽ അവന്റെ വിവാഹബന്ധം നിഷ്ഫലമായി പോയിരിക്കുന്നു. പിന്നെ ആ ബന്ധത്തിൽ അർത്ഥമില്ല. വലാ തഹില്ലു ദബീഹതഹു, അവൻ അറുത്തത് തിന്നാൻ പാടില്ല. വലാ യഖ്ബലു മിൻഹു സൗമുൻ വലാ സദഖ, അവൻ റമദാനിൽ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല, സകാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, അതൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. വലാ യജൂസു അൻ യദ്ഹബ ഇലാ മക്ക ഫയദ്ഖുലൽ ഹറമ, എന്നിട്ട് അവൻ മക്കയിലേക്ക് പോയി ഹറമിൽ അവന് പ്രവേശിക്കാൻ പാടുള്ളതല്ല. ഹറമിലേക്കുള്ള പ്രവേശനം അവന് നിഷിദ്ധമാണ്. ഇനിയോ വഇദാ മാത ഫഇന്നഹു ലാ യജൂസു അൻ യുഗ്സല വലാ യുക്ഫന വലാ യുസല്ലാ അലൈഹി, അവൻ മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക മര്യാദയോടെ അവനെ കുളിപ്പിക്കാൻ പാടില്ല, അവനെ കഫൻ ചെയ്യാൻ പാടില്ല, അവന് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കാൻ പാടുള്ളതല്ല. ഗൗരവമല്ലേ? വലാ യുദ്ഫന മഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ സംസ്കരിക്കുന്നിടത്ത് അവനെ സംസ്കരിക്കാൻ പോലും പാടില്ല. വ ഇന്നമാ യുഖ്റജു ബിഹി ഇലൽ ബർരി, അവനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം. വ യുഹ്ഫറു ലഹു ഹുഫറത്തും യർമുസു ഫീഹാ, അവനെ ഏതെങ്കിലും ദൂരത്ത് എവിടെങ്കിലും കൊണ്ടുപോയി ഒരു കുഴി കുത്തി ആ കുഴിയിലേക്ക് വലിച്ചെറിയട്ടെ, അവന്റെ ബോഡിയോട് പോലും ആദരവ് വേണ്ട. നിസ്കാരത്തിന്റെ ഫളിലാണ്, നിസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. അമൻ മാതലഹു ഖരീബുൻ വഹുവ യഅലമു അന്നഹു ലാ യുസല്ലി ഫഇന്നഹു ലാ യഹില്ലു ലഹു അൻ യഖ്ദഅ അന്നാസ വയഅതി ബിഹി ഇലൈഹിം ലിയുസല്ലു അലൈഹി. ഇനി ആരുടെയെങ്കിലും കുടുംബക്കാർ മരിച്ചാൽ ആ കുടുംബക്കാരൻ അറിയാമല്ലോ അവൻ നിസ്കരിക്കുന്നില്ല എന്ന്, എങ്കിൽ ആളുകളെ വഞ്ചിക്കരുത്, ആളുകൾക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി അവന്റെ ജനാസ കൊണ്ടുവന്ന് വെക്കരുത്, ആളുകളെ വഞ്ചിച്ചു പോകരുത്, മുഅ്മിനീങ്ങളെ വഞ്ചിച്ചു പോകരുത്. ഗൗരവമല്ലേ സഹോദരന്മാരെ? ഇങ്ങനെ ധാരാളം വിശദീകരിക്കുന്നുണ്ട്. തഹരീമു നിക്കാഹു വൽ മർഅത്തുൽ മുസ്ലിമ, മുസ്ലിമായ ഒരു പെണ്ണിനെ അവന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പാടുള്ളതല്ല. വസുഖൂതു വിലായതഹു വിലായതിഹി, അവന്റെ വിലായത്തും അവന് വലിയാകാൻ പിന്നെ അവകാശമില്ല, അവന്റെ വിലായത്ത് സ്വീകരിക്കുന്നതല്ല. ഇങ്ങനെ ധാരാളം
മരിക്കുന്ന നേരത്ത് വരെ കാഫിറിന്റെ മരണനേരം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? വല്ലാത്ത അവസ്ഥ